മാനേ പോലൻ മാനസമീശനിൽ സുഖം തേടി നേർത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിൽ സുഖം തേടി വചനത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതി അരുളി വചനത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതി അരുളി ഒന്നേയുള്ള ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ മാനേ പോലൻ മനസമീശനിൽ സുഖം തേടി നേർത്തോടുകളിൽ മാനേ പോലൻ മനസമീശനിൽ സുഖം തേടി നേർത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിൽ സുഖം തേടി നീർത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിൽ സുഖം തേടി വചനത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതി അരുളി വറുമയകറ്റി നിർവൃതി അരുളി ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കും ഒരിക്കൽ കൂടി വന്ദനം. ദൂരത്തിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കും ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യമാണ്. അതിൽ എടുത്ത് വായിപ്പിച്ചത് ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ്
ധരിക്കും. അവിടെ സഹോദരിമാരാരോ വായിച്ചു, അവരോടൊന്ന് വായിച്ചു. നിങ്ങൾ രണ്ടുപേരും മാറി മാറി വായിക്കണം. മോളും വായിച്ചു. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ദൈവത്തിന് മഹത്വം. ഈ രാത്രിയിൽ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും. സ്തോത്രം. അപ്പോൾ ഒരു ചിന്ത വരും, ജയിക്കാൻ എന്നാ മാർഗം? ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് പറയാം, ജയിക്കാൻ പല മാർഗം ഉള്ളതിൽ ഏറ്റവും ഉത്തമമായ മാർഗം ജയിച്ചവന്റെ കൂടെ നിന്നോണം. അപ്പോൾ ചിന്ത, ആരാ ജയിച്ചവൻ? എല്ലാത്തിനെയും ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി എല്ലാവരും എന്തിലെങ്കിലുമൊക്കെ തോറ്റ ആൾക്കാരാ. മുദ്രാവാക്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോ തോറ്റതാ. കാശ് പോയെന്നല്ലാതെ. എന്നാൽ യേശു ക്രിസ്തുവിനെ അങ്ങനെ മുദ്രാവാക്യം ഒന്നും മുടക്കേണ്ട കാര്യമില്ല. അവിടുന്ന് എല്ലാറ്റിനെയും ജയിച്ചവനാ. പാപത്തെയും ലോകത്തെയും ജഡത്തെയും ഈ കാണുന്ന സകലത്തെയും ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. നിങ്ങൾക്ക് പിറകിലിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നോന്നല്ല, ക്ലിയർ ആകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്കല്ല, കുഴപ്പമില്ലല്ലോ. ഓൺലൈനിൽ എല്ലാവർക്കും ക്ലിയർ ആകുന്നുണ്ടോ? ഉണ്ടോ മോനെ? എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നില്ലെന്നോ, വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനില്ലെന്ന് വല്ല ഇല്ല? എന്തുവാ ജനല് തുറന്നിടണോ? എന്ത് ഇതെല്ലാം മാലയിട്ടുകൊണ്ട് നടക്കുന്നതെല്ലാം ജനല് തുറക്കും, ചെടിയടാന്ന് തുറക്കും. അപ്പം ഞാൻ വേണം ഒരു പാട്ടുകൂടെ പാടാം. പെട്ടെന്ന് ഇത് വചന ശുശ്രൂഷ കയറിയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാനോ ഒന്നും പറയാനൊന്നും ഒക്കത്തില്ല. അത് പിന്നെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ജനല് തുറന്നു. പെട്ടെന്ന് എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ പരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞു കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവേ നോക്കിക്കണ്ട പാതലത്തിൻ ദുരിതം, കർത്താവേ നോക്കിക്കാണ്ട് പാർത്തലത്തിൻ ദുരിതം, കർത്താവേ നോക്കിക്കാണ്ട് പാർത്തലത്തിൻ ദുരിതം, കർത്താവേ നോക്കിക്കാണ്ട് പാർത്തലത്തിൻ ദുരിതം. കർത്താവേ നോക്കിക്കണ്ട പാർത്തലത്തിൻ ദുരിതം, കർത്താവേ നോക്കിക്കണ്ട പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. താമസം എന്തഹോ വന്നിടാനേശു, താമസം എന്തഹോ
യേശു കഥാതാമസം എന്തഹോ. താമസം എന്തഹോ വന്നിടാനേശു കഥാതാമസം എന്തഹോ. കഥാതാമസം എന്തഹോ വന്നിടാനേശു കഥാതാമസം എന്തഹോ. ഒരിക്കൽ കൂടി കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ യോഗം എപ്പോഴാണ് നിർത്തണ്ട? 9:30 വാച്ചിങ്ങില്ല. മൊബൈൽ എനിക്ക് ഞെക്കാനൊന്നും അറിയാൻ മേല. കുറച്ചാൻ്റെ വാച്ചാകുമ്പോൾ കൃത്യമായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും? വായിച്ച കുറുവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വെള്ളയുടുപ്പ് കിട്ടുമെന്ന. വെള്ളയുടുപ്പ് അതാ ധരിപ്പിക്കും. ജയിക്കുന്നവർക്ക് വെള്ളയുടുപ്പ്. വളരെ പരിചിതമായ വാക്യമാണ്. ഞാൻ തൊടുകൈക്ക് ഓർപ്പിച്ച് നിങ്ങൾക്കറിയാം, ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ജയിച്ചവന്റെ കൂടെ നിൽക്കുക. ജയിച്ചവൻ ആരാണ്? ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് സകലത്തെയും ജയിച്ചവന്. ഇവിടെ വന്ന സകല ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ പരാജയപ്പെട്ടതാണ്. മേരി ബെനിഞ്ഞ പണ്ട് പാടിയ വരി നമുക്കറിയാം. പടുക്കൾ എന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ മിടുക്കന്മാരൊക്കെ ഒത്തിരി വന്നു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ, ഇവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ പരാജയപ്പെട്ടെന്ന്. സമുദ്രത്തെ നോക്കിയിട്ട് ആക്രോശിച്ചെന്നാ പറയുന്നത്. കരയായിരുന്നെങ്കിൽ വെട്ടിപ്പിടിക്കുമെന്ന്. ആ പുള്ളിക്ക് കണ്ടംപൂച്ചയെ പേടിയായിരുന്നെന്ന്. കണ്ടംപൂച്ചയെ പേടി. അതാ ഞാൻ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവർക്കും ഭയമാ, പലതിലും തോറ്റതാ. പേര് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല, വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. പ്രസിദ്ധനായ തത്വചിന്തകനാണ് അദ്ദേഹം. എഴുതിക്കൊണ്ടിരുന്നപ്പം പുള്ളിക്ക് ഭാര്യയെ ഭയമല്ല, എന്നാലും ഭാര്യയുടെ മുമ്പിൽ പലപ്പോഴും പുള്ളി അങ്ങ്
പരാജയപ്പെടുക. നല്ല മനുഷ്യനാ. അപ്പം ഒരിക്കലെ വായിച്ച് ധ്യാനിച്ച് വരുന്നപ്പോൾ ഭാര്യ വെള്ളം കോരി അങ്ങ് ഒഴിച്ചു. ആ പുസ്തകവും എല്ലാം അങ്ങ് നനഞ്ഞു. പിന്നെ പുള്ളി എൻ്റെ ഭാഷ പറഞ്ഞാൽ അതിനെയൊക്കെ അതിജീവിച്ച് പുള്ളി പറഞ്ഞു, നല്ലൊരു മഴ പെയ്ത് തീർന്നെന്ന്. പുള്ളി അതിനെ അങ്ങനെയാണ് നേരിട്ടത്. വെള്ളം കോരി അവർ തലയിലൊഴിച്ചും പറഞ്ഞു, നല്ലൊരു മഴ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ഇടി കൊടുക്കും. ആ, മഴയുടെ കൂടി ഇടിയുണ്ടല്ലോ. അതിനെ അതിജീവിച്ചു. പക്ഷെ പരാജയമാണ്. എന്നാൽ ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുത്തെ ജനനം തന്നെ ജയമല്ലേ. അവിടുന്ന് ജനിക്കാതിരിക്കുവാൻ എന്തെല്ലാം തടസ്സങ്ങൾ പിശാച് ഉന്നയിച്ചു. സ്തോത്രം. എങ്കിലും കൃത്യ സമയമായപ്പോൾ അവിടുന്ന് ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ എനിക്ക് ഈ മൈക്ക് ഒരു സുഖം വരുന്നില്ല. ഇത് വേറെ ഒരെണ്ണം തരാം. മുഴങ്ങുന്നത് പോലെ തോന്നുന്നു. മോണിറ്റർ എനിക്ക് ഇതിന്റെ ഈ വകുപ്പൊന്നും പറയാൻ അറിയാൻ മേല. ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം. അപ്പൊ നിങ്ങളത് മോണിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റും. അപ്പൊ അവര് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം മുതൽ അവിടുന്ന് ഈ ഭൂമിയിൽ പൂജാതനാകാതിരിക്കാൻ തടസ്സങ്ങൾ പിശാച് ഉന്നയിച്ചു. പക്ഷെ അതിനെ മുഴുവൻ പരാജയപ്പെടുത്തി കൃത്യം സമയത്ത് വചനം ജഡമായി ആ കന്യകയാകുന്ന മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി കാലം അങ്ങോട്ട് തികഞ്ഞപ്പോൾ, സ്തോത്രം എന്ന് പറഞ്ഞാൽ കൃത്യ ടൈമിൽ അവിടുന്ന് തിരുപ്പിറവിയെടുത്ത് ഈ ഭൂമിയിൽ ഭൂജാതനം. സ്തോത്രം. കൃത്യത്തിനായിരുന്നു ക്രിസ്തുവിന്റെ തിരുജനനം. അപ്പോൾ എല്ലാത്തെയും ജയിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ജയിച്ച് പാപത്തെയും ലോകത്തെയും സകലത്തെയും ജയിച്ച് 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 ഒടുവിൽ അവിടുന്ന് മരണത്തെയും ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന ആരും മരണത്തെ ജയിച്ചിട്ടില്ല, ജയിക്കത്തുമില്ല. ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് മാത്രമാണ് ജയാളി. അതുകൊണ്ട് ജയിച്ചവനാകുന്ന ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് നീ നിന്നാൽ നിനക്കും ജയം നിശ്ചയമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ജയിക്കുന്നവർക്ക് എന്തൊക്കെ ലഭിക്കും. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യമാണ്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, വെളിപ്പാട് പുസ്തകം ഈ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമാണ്. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരുണ്ട്. ദൈവം അവർക്കെല്ലാം ദീർഘായുസ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ മറ്റു ഭാഗത്തേക്കൊന്നും പോകത്തില്ല. അതൊന്നും പറയാൻ ഞാൻ ആളുമല്ല. അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി. ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞേച്ച് ഉടക്കുണ്ടാക്കേണ്ട കാര്യമല്ല. അറിയാവുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ചില കാര്യം പറയുക. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളും ശാന്തമായിട്ടിരുന്ന പുള്ളി നമുക്കറിയാവുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞത്, ഉടക്കുണ്ടാക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തം എത്ര പുസ്തകം? 66 പുസ്തകമുണ്ട്. ഈ 66 പുസ്തകവും തെറ്റുകൂടാതെ ഓർഡറിലെ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ഇങ്ങനെ ക്രമത്തിൽ പറയാൻ, മലാക്കി വെളിപ്പാട് വരെ പറയാൻ, തെറ്റാതെ പറയാൻ അറിയാവുന്നവർ വളരെ ചുരുക്കമാണ്. ഞാൻ പറയിപ്പിക്കത്തൊന്നുമില്ല. ചില സഭകളിൽ സെക്രട്ടറി ഉണ്ട്. പുസ്തകക്രമം പറയാൻ പറഞ്ഞാൽ കോഴയും. സെക്രട്ടറിയാ, പക്ഷേ ദേവി നീ 2 പേനായും ബുക്കുമായിട്ട് വെറുതെ നടക്കുക. നീ അതുകൊണ്ട് ഈ കൺവെൻഷൻ തീരുന്നതിന് മുന്നെങ്കിലും പുസ്തകക്രമം പുള്ളിയാണ് സെക്രട്ടറി. മറ്റേ പുള്ളി പ്രസിഡന്റ്. അയാൾക്ക് നഹും വരുമ്പോൾ തപ്പല. ആള് കളിച്ച് നടക്കുന്ന കണ്ടാ ഓർക്കം പുള്ളി. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പുസ്തകക്രമം, പാട്ടുകാർക്കല്ല.
നമ്മുടെ പുസ്തകത്തിന്റെ കാര്യമല്ലേ പറയുന്നത്. സുബിനെ അല്ല, ഞാൻ കുറ്റമായിട്ട് പറയല്ല, തെറ്റിദ്ധരിക്കത്. ചില ഇടങ്ങളിൽ സുവിശേഷ വേലക്കാർക്ക് പോലും തിട്ടമില്ല. ഞങ്ങൾ പറയിപ്പിക്കും, പക്ഷെ ഞങ്ങൾ അങ്ങനെ കയറി. ഇത്ര മഹനീയമായ ശ്രേഷ്ഠമേറിയ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. എന്നെ കേൾക്കുന്ന ഈ അടിമാലിയിൽ ഉള്ള ദൈവമക്കളോടും ദൂരത്തിരുന്ന് കേൾക്കുന്നവരോടും ഞാൻ കൂടെ പറയുക, ഇത് കയ്യിൽ വന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇതെടുത്തത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഇത് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ ഈ പുസ്തകത്തിലെ വാക്യം ഇത് പ്രമാണിക്കുകയാണ്, പിന്നെ ഭാഗ്യത്തിന്റെ അയ്യര് കളിയാണ്. ചെല്ലുന്നിടത്തല്ല ചില പറഞ്ഞ ഞങ്ങൾക്ക് അത്രയും ഭാഗ്യം വേണ്ടെന്ന്. സ്തോത്രം. ഇതുപോലൊരു പുസ്തകം, ഇത് മാറോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന പുസ്തകം. എവിടെയും കൊണ്ടുപോയി ഈ പുസ്തകമായിട്ട് എവിടെ വേണേലും ഈ പുസ്തകം കൊണ്ട്. ഇപ്പം ചില ഉപദേശന്മാർ യോഗത്തിന് പോലും പുസ്തകം കൊണ്ടുവരികയല്ല. വെറുതെ വെടിക്കെട്ടുകാരൻ വരുമ്പോൾ ഇഞ്ഞ് വരിക. നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദപുസ്തകം എല്ലാം ഒന്ന് പൊക്കിക്കേ. ഇത്രയും പേര് കൊണ്ടുവന്നല്ലോ. എന്തിയാ സുഖന്റെ വേദപുസ്തകം ബാഗിനകത്ത് നിന്ന് എടുക്കണ്ടേ? ഇനിയിപ്പോൾ അല്ലേ പിന്നെ ഇതെല്ലാം കൂടെ മൊത്തം കുഴയും. നമ്മുടെ വേദപുസ്തകം എന്തി വേദപുസ്തകമില്ലേ? എന്നാ ഇത് പൊക്കിക്കും. സ്തോത്രം. ബാഗിനകത്താണ്. അതിനെ അവിടെ ഇരിക്കട്ടെ. സ്തോത്രം. ഈ പുസ്തകം ലഭിച്ചത് വലിയ മഹാഭാഗ്യമാണ്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. സാക്ഷ്യമെല്ലാം വിവരിക്കുന്നില്ല. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അന്ന് എൻ്റെ നെറ്റി കളവക്കുറിയുണ്ട്. ഒന്നല്ല 4 എണ്ണമുണ്ട്. ശരീരത്തും എല്ലാം ഉണ്ട്. ഒരൊറ്റമുണ്ട് ഉടുത്തിട്ടുണ്ട്. ഇതുപോലെ 2-ാം മുണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ പ്രായമുള്ളവർക്കും പഴയ ആൾക്കാർക്കും അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഇവിടെ എല്ലാം കളവക്കുറിയുണ്ട്. പ്രസാദവും കയ്യിലിരിപ്പുണ്ട്. വൈകിട്ട് അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞ് ഞാൻ ആ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിന് തൊട്ട് താഴെ നിന്ന സാധാരണ മിക്കപ്പോഴും നമസ്കരിക്കുന്നു. ഞങ്ങൾ 2-3 പേരാ ചിലപ്പോൾ അതിനകത്ത് കയറുന്നത്. ശ്രീകോവിലിനകത്തല്ല, അതിന് താഴെ. അതൊന്ന് നമ്മുടെ വിശ്വനാഥച്ചാൻ്റെ അപ്പൻ്റെ പേര് ഞാൻ മറന്നുപോയി. 71 അവിടുത്തെ അപ്പച്ചൻ. പിന്നെ ഞാൻ, പിന്നെ എൻ്റെ വല്യപ്പച്ചനുണ്ട് കണ്ടത്തിൽ ഗോപാലൻ. അതിനകത്ത് കയറി നിന്ന മിക്കപ്പോഴും. അപ്പം കളവക്കുറിയുണ്ട്. ഇതുപോലൊരു 2-ാം മുണ്ട് ഇട്ടിട്ടുണ്ട്. അതിങ്ങനല്ല, വേറെ രീതിയിലാണ്. അങ്ങനെ ദീപാരാധനയും കഴിഞ്ഞ് വൃശ്ചിക മാസമാണ്, കെട്ടുമുറുക്കുന്ന സമയം. ചിലര് കെട്ടുമുറുക്കി മലയ്ക്ക് പോയി. അതിനുശേഷമായിട്ട് മുറ്റത്ത് നാമജപമുണ്ട്. അപ്പം ഞാനും കൂടി ഇരുന്ന് നാമം ജപിക്കും. അതിനുശേഷമായിട്ട് നാമജപം കഴിഞ്ഞ് പ്രസാദം തരും. അത് കഴിച്ചു. ഈ അവലും മലരും ശർക്കരയും പഴവും എല്ലാം കൂടെ ഒന്ന് ഞെരടും. അത് പൂജയ്ക്ക് വെച്ചതാ. അത് ഒടുവിലൊന്ന് അതും കൂടെ ഒക്കെ ഉന്നം വെച്ചായി നിൽക്കുന്നത്. ആരവിടെ നിന്ന് വർത്താനം പറഞ്ഞത്? അമ്മയും കഴിച്ചായിരുന്നോ? ഞാൻ നേരത്തെ കഴിച്ചോ? ഇനിയും കഴിക്കുമെന്നോ? അപ്പൊ ഇതെല്ലാം പ്രസാദമെല്ലാം വാങ്ങി ഞാൻ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, അന്ന് വിവരിക്കുന്നില്ല, സുഖമില്ലാതെ പ്രയാസപ്പെട്ട സമയമാണ്.
ടൈഫോയിഡ് എല്ലാം കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റായി. വേറെ അസ്വസ്ഥതകൾ പലതുണ്ട്. ചികിത്സകളെല്ലാം ചെയ്തെങ്കിലും ഭേദം വരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് ഈ സംഭവം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എൻ്റെ കൈ പ്രസാദമുണ്ട്, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അതുമായിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോഴാണ് ഇതുപോലെ ഒരു വീടിൻ്റെ മുറ്റത്തൊരു യോഗം. ദൂരെ നിന്ന് വീക്ഷിച്ചു. ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കും. ദൂരെ മാറി നിന്ന് ശ്രദ്ധിച്ചു. എങ്കിലും അസുഖത്തിന്റെ കാഠിന്യവും മാനസിക ബുദ്ധിമുട്ട് അലട്ടിയത് കൊണ്ട് ഒരു പയ്യനോട് പറഞ്ഞു. അവൻ ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുൻപോട്ട് ചെന്നു. അന്ന് രാത്രി അവിടെ കൂടിയിരുന്ന ദൈവദാസന്മാർ പലരുണ്ടായിരുന്നു. അതിൽ വിശേഷമായിട്ട് മൺമറഞ്ഞു പോയി തകഴി തങ്കച്ചായൻ. അവരെല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദാസന്മാരിൽ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. സ്തോത്രം. എൻ്റെ ആ മരണഭീതി, അന്നേരം ഉണ്ടായിരുന്ന മരണഭീതി എല്ലാം വലിയ സമാധാനമുണ്ടായി. അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് വർണ്ണിക്കാനൊന്നും അറിയത്തില്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മളെ TPM-കാർ പാടുന്നൊരു പഴയ പാട്ടുണ്ട്, നല്ല പാട്ടാണ്. വരി പെട്ടെന്ന് 2 വരിയെ പാടാൻ നേരമുള്ളൂ. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. ഇരുളിലായ ദുരിതമോടെ കരയുന്നത് കണ്ടു വീണ്ടൻ അരുമനാഥനെ. അൻപിതോ യേശുനായക അന്തിലോ ഏഴയ്ക്കായി നിൻ ജീവനെ. അൻപിതോ യേശുനായക അന്തിലോ ഏഴയ്ക്കായി നിൻ ജീവനെ. ശ്രദ്ധിക്കുക. അന്ന് രാത്രി യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഉദ്ദേശം ഒരു രാത്രി 11:15 കഴിഞ്ഞെന്നാ തോന്നുന്നത്. അന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകും. അവിടെ ഇരുന്ന ഉപദേശിമാരാരും എന്നോടൊന്നും പറഞ്ഞില്ല, ഇന്നത് ചെയ്യണം, ഇന്നതുപോലെ ഒന്നും വേണ്ടിയില്ല. ആ രക്ഷകയുടെ സന്തോഷം അകത്ത് വന്നപ്പോൾ പല കാര്യവും വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. കളവക്കുറി തൂക്കാനൊന്നും തങ്കച്ചായൻ പറഞ്ഞില്ല, ഞാൻ തന്നെ തൂത്തറ. അന്ന് മീശ വെക്കാനായില്ല, അല്ലേ? പൊടി 13 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളു. ഞാൻ തന്നെ തീരുമാനിച്ചു വേണ്ട. സ്തോത്രം. പിന്നീട് ഈ വേദപുസ്തകം വായിച്ചപ്പോൾ അനേക കാര്യം ഇത് വായിച്ചപ്പോൾ മനസ്സിലായി. പിന്നീട് സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവദാസന്മാർ നന്നായിട്ട് ശുശ്രൂഷിച്ചപ്പോൾ അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യം മനസ്സിലായി. ഇപ്പോഴും ഓരോന്ന് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ മാർഗത്തിൽ വന്നത്. ഇതാരും നിർബന്ധിച്ചതല്ല, മതം മാറ്റിയതൊന്നുമല്ല. സ്തോത്രം. ഇത് മതം മാറ്റുന്ന പരിപാടി അല്ലല്ലോ. നിന്റെ മനസ്സിനകത്തെ കാടകന്നിടാൻ പറയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ എന്നെ വിടുവിച്ച് സൗഖ്യമാക്കി രക്ഷിച്ച യേശു ഇന്ന് രാത്രി സൂക്ഷം നീ സമർപ്പിച്ചാൽ നിന്നെയും വിടുവിക്കും.